why do you think we need to explore and visualize data before jumping into the AI model? About data visualization എന്തിനാണെന്നാ ചോദിക്കുന്നത്. When we pick up a library book, we tend to look at the book cover, read the back cover, and skim through the content of the book prior to choosing it, as helps us understand if the book is appropriate for our needs and interests. Similarly, when we get a set of data in our hands, spending time to explore it will help get a sense of trend, relationship, and patterns present in the data. It will also help us better decide on which models to use the subsequent AI project cycle stage. We use visualization as a mentioned method because it is much easier to comprehend information quickly and communicate the story to others. ഇത് വ്യക്തമാണല്ലോ അല്ലേ? ഇവിടെ ചോദ്യം എന്താന്ന് വെച്ചാല് നമ്മൾ എന്തിനാ ട്രെയിനിങ്ങിന് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഡേറ്റ എക്സ്പ്ലോറേഷനിലേക്ക് പോകുന്ന എന്താ നമുക്ക് പറ്റുന്നതാണെന്ന് നോക്കാൻ വേണ്ടി. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ അതായത് ഒരു ബുക്ക് വാങ്ങുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ആ ബുക്ക് ആവശ്യമുള്ളതാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മുഴുവൻ വായിച്ചു നോക്കാൻ പറ്റില്ല. അതിന്റെ കവർ നോക്കി, അതിന്റെ ചില ഇൻട്രൊഡക്ഷൻ ഒക്കെ നോക്കി, അപ്പൊ അതൊക്കെ നോക്കി അത് കൊള്ളാവുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും, അല്ലെങ്കിൽ അത് വിട്ടിട്ട് വേറെ ബുക്ക് വാങ്ങും. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ ഈ ഡേറ്റ അനാലിസിസിൽ ചെയ്യുന്നത്. In this section, we are exploring various types of graphs using an online open source website. അപ്പോൾ വിഷ്വലൈസേഷന്റെ കാര്യം പറയുക. Ask the students to figure out which type of graphs would be suitable for data features that have listed for their problem. Let them take their time in going through each graph. അപ്പോൾ നോക്കാം നമുക്ക്. In the previous modules, you have set the goal of your project and have also found ways to acquire data. അപ്പോൾ പ്രോജക്റ്റ് അതിന്റെ ഡേറ്റ അക്വയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പുള്ള മോഡ്യൂൾസിൽ പറഞ്ഞു. While acquiring data, you must have noticed that data is a complex entity. നമുക്ക് മനസ്സിലായി. It is full of numbers, and if anyone wants to make some sense out of it, they have to work some patterns out of it. എങ്കിലേ നമുക്ക് അത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഷെയർ ചെയ്യുന്നത് കാണാമല്ലോ അല്ലെ? അതോ if you go to the library and pick up a random book, you first try to go through its content quickly by turning pages and by reading the description before borrowing it for yourself, because it helps you in understanding if the book is appropriate to your needs and interest or not. അപ്പോ ഇതാണ് അതിന്റെ പരിപാടി. ഇപ്പോ നമുക്ക് ഓൺലൈൻ മീഡിയ ഒക്കെ ഉണ്ട്, അപ്പൊ പലപ്പോഴും സമ്മറി ഒക്കെ കിട്ടും. ലൈബ്രറിയിൽ തന്നെ പോയി നോക്കണമെന്നില്ല, എങ്കിലും നമ്മൾ ഒരു കാര്യം വേണോ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആദ്യം ഒന്ന് നോക്കും അല്ലെ, എന്നിട്ട് നമ്മൾ തീരുമാനിക്കും. Thus, to analyze the data, you need to visualize it in some user-friendly format. Quickly get a sense of trend, relationship, pattern contained within the data. അപ്പൊ ആ ഒരു ഫിഗേഴ്സ് എല്ലാം വെച്ചിട്ട് ഒരു ചാർട്ടോ ഗ്രാഫോ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന്റെ ട്രെൻഡ് മനസ്സിലാവും, അതിന്റെ ബന്ധങ്ങൾ മനസ്സിലാവും, അതിൽ നിന്നുണ്ടാകുന്ന പാറ്റേൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ നിന്ന് നമുക്കൊരു സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യാൻ പറ്റും പിന്നീടുള്ള സ്റ്റേജിൽ. കമ്മ്യൂണിക്കേറ്റ് ദ സെയിം ടു അതേഴ്സ് എഫക്റ്റീവ്ലി. ഇത് നമുക്ക് ബാക്കിയുള്ളവരോട് വളരെ ഫലപ്രദമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, അത് വിഷ്വലൈസ്ഡ് ആയതുകൊണ്ട്. Are you aware of visual representation of data? See them below. ബാർ ഗ്രാഫ്, അങ്ങനെ പല ഗ്രാഫുകളുടെ പേര് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? വിഷ്വൽ റെപ്രസെന്റേഷനില് പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, അങ്ങനെ ഒത്തിരി പേരുകൾ നമുക്ക് എഴുതാൻ പറ്റും. As of now, we have a limited knowledge of data visualization technique. To explore various data visualization techniques, നമുക്ക് അങ്ങനെയല്ല, നമ്മള്
മാറ്റ്പ്ലോട്ലിബിലെ കുറെ അധികം വിഷ്വലൈസേഷൻ ഒക്കെ നോക്കിയതാ മുമ്പ് അല്ലെ. On this website, you will find various types of graphical representations, flowchart, hierarchies, process descriptors, etc. അത് നമുക്ക് പിന്നീട് നോക്കാം. ആ സൈറ്റിൽ പോയാൽ ഇതിനെക്കുറിച്ച് കുറച്ച് കൂടുതൽ കിട്ടും. അപ്പൊ ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, സ്കാറ്റർ പ്ലോട്ട്, ട്രീ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ഐക്കോൺസ് ഓഫ് ഡിഫറെന്റ് ഗ്രാഫ്. അപ്പൊ പല തരത്തിലുള്ള ഗ്രാഫുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏതാ, ഇതിന്റെ പേരെന്തൊക്കെയാണെന്നാണ് ഇവിടെ സൈഡിൽ നമ്മൾ എഴുതുന്നത് അല്ലെ. അപ്പോ ഡേറ്റ വിഷ്വലൈസേഷൻ ടെക്നിക്ക്, one line description, how to draw it, suitable for which data type. അപ്പൊ ആ വിഷ്വലൈസേഷൻ ടെക്നിക്കിന്റെ കുറെ അധികം കാര്യങ്ങൾ, അതെങ്ങനെയാ വരയ്ക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഗ്രാഫ് നോക്കി വേണമെങ്കിൽ അങ്ങനത്തെ ചില ആൻസേഴ്സ് അവിടെ എഴുതാൻ പറ്റും. അതെങ്ങനെയാ വരയ്ക്കുക എന്നുള്ളതോ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതോ. അടുത്തത് ഒരു 40 സ്റ്റുഡൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് 4. ചാർട്ട് പേപ്പർ 10, സ്കെച്ച് പെൻ 10, റൂളർ 10, ബേസിക് സ്റ്റേഷനറി 10. To know the different visualization technique and to use the right graph to display the data. In this activity, we are going to sketch a graph. Now that you have explored various types of graphs and have already chosen the best ones to plot your data features, let us start drawing them out. Select any 2 data features and plot their graph. അപ്പോൾ ഗ്രാഫിന്റെ കാര്യം പറഞ്ഞു. Let us now look at the scoped problem statement and the data features identified for achieving the goal of your project. Try looking for the data required for your project from reliable and authentic resources. Once you have acquired the data, you need to visualize it under the sketch. അതൊക്കെ നമ്മളോട് പറഞ്ഞു, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇത് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്. How can we predict whether a song makes it to the Billboard top 10? അപ്പോ ഇവിടെ നമ്മൾ ഒരു 10 സോങ് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ടോപ്പ് 10 എന്നൊക്കെ പറഞ്ഞ് ചില പരിപാടികൾ മുമ്പ് ഉണ്ടായിരുന്നു, വളരെ മുമ്പ്. ഹലോ ഋതുലേ, അങ്ങനെയുള്ള ചില പരിപാടികൾ ഉണ്ടായിരുന്നു. ഓരോ ആഴ്ചയിലും ഏറ്റവും ടോപ്പ് 10 വന്ന ഏതാന്നൊക്കെ പറയുന്ന ചില പരിപാടികൾ, ചാനലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു പരിപാടിയാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ മെത്തേഡ്സ് വേറെ. ഇവിടെ നമ്മൾ ഡേറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കറന്റ് ട്രെൻഡ്സ് ഓഫ് മ്യൂസിക്, ജോണർ, ജനർന്ന് എഴുതിയത് പലരും ജോണർ എന്ന് വായിക്കുന്ന കണ്ടിട്ടുള്ള. ജോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമാണോ, ശോകഗാനമാണോ, തമാശപ്പാട്ടാണോ, അതിനെയാണ് നമ്മൾ ജോണർ എന്ന് പറയുന്നത്. ടെമ്പോ ഓഫ് മ്യൂസിക്, അതിന്റെ ഒച്ചയുടെ വ്യത്യാസം, ഡ്യൂറേഷൻ ഓഫ് സോങ്, പോപ്പുലാരിറ്റി ഓഫ് എ സിംഗർ, ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. Now to analyze a pattern, we can say that popularity of the singer would directly have an effect on the output of the system. ഒരു പക്ഷേ യേശുദാസിന്റെ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ ചൂസ് ചെയ്തേ. അതേസമയം അറിയപ്പെടാത്ത ഒരാളാണെങ്കിൽ പാട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ആളെ ചിലപ്പോൾ സെലക്ട് ചെയ്യുള്ളൂ. Thus, we would plot a graph showing the popularity of various singers, and the one who is most popular has the maximum chance of getting to the Billboard. In this way, graphical representation helps us understand the trend and patterns out of data collected and to design strategy around them for achieving the goal of the project. അത് ക്ലിയർ ആണല്ലോ, വ്യക്തമാണല്ലോ അല്ലേ പറയുന്നത് എന്താന്ന്? അപ്പോൾ take a chart paper and start representing your data feature. After completing the size, present your work to your friends and explain them to. ആ ട്രെൻഡ് പാറ്റേൺ ഒക്കെ വരയ്ക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അങ്ങനെയുള്ള 4-5 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചു.
ഇത് നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഡേറ്റ എക്സ്പ്ലോറേഷൻ ആഫ്റ്റർ യു ഹാവ് അക്വയർഡ് ഡേറ്റ ഫോർ ദ പ്രോബ്ലം സ്കോപ്പ് ടു എക്സ്പ്ലെയിൻ ദി തിങ്സ്? നമ്മുടെ ലൈബ്രറിയുടെ കാര്യം, ഒരു പുസ്തകം സെലക്ട് ചെയ്യുന്നതിന്റെ കാര്യം, അതിന്റെ പുറം ചട്ട, അതിന്റെ കവറൊക്കെ നോക്കിയിട്ട് നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് നോക്കി സെലക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞത്. അതുപോലെയാണ് നമ്മൾ ഡേറ്റ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അതിന്റെ പാറ്റേൺ മനസ്സിലാക്കും, അതിന്റെ റിലവൻസ് മനസ്സിലാക്കും. അങ്ങനെ ആണ് പിന്നെ നമ്മൾ എക്സ്പ്ലോറേഷനിലേക്ക് പോകുന്നത്. വാട്ട് യു തിങ്ക് ഈസ് ദ റിലവൻസ് ഓഫ് ഡേറ്റ വിഷ്വലൈസേഷൻ? അത് എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ട്രെൻഡും പാറ്റേണും മനസ്സിലാക്കാൻ പറ്റും. 5 ഗ്രാഫിന്റെ പേര് പറയാൻ പറഞ്ഞു. ഹൗ ഇസ് ഡേറ്റ എക്സ്പ്ലോറേഷൻ ഡിഫറെന്റ് ഫ്രം ഡേറ്റ അക്വിസിഷൻ? അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കളക്ട് ചെയ്യാണ്, എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനകത്തെ ട്രെൻഡ് പാറ്റേൺ ഒക്കെ മനസ്സിലാക്കുക. വൺ ഡേറ്റ വിഷ്വലൈസേഷൻ ടെക്നിക്കിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ ടോപ്പ് 10 മ്യൂസിക്കിന്റെ കാര്യം എക്സാമ്പിൾ ആയിട്ട് പറയാം. ഇനി നമ്മൾ മോഡലിംഗിലേക്ക് വരികയാണ്. സെഷൻ പെക്സ് ആക്ടിവിറ്റി. സ്റ്റുഡൻസ് വിൽ ബി ഇൻട്രൊഡ്യൂസ് ടു റൂൾ ബേസ്ഡ് ആണ്. നമ്മൾ ഈ ആദ്യകാലത്ത് ഡെവലപ്മെന്റ് പലതും റൂൾ ബേസ്ഡ് ആയിരുന്നു. ഇപ്പോഴാണ് പിന്നെ നമ്മൾ ഡേറ്റ എല്ലാം കൂടുതൽ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇന്ന് കാണുന്ന മെഷീൻ ലേണിംഗിലേക്കും ഡീപ്പ് ലേണിംഗിലേക്കും പോകുന്നു. അപ്പൊ തുടക്കത്തിലുള്ള അല്ലെങ്കിൽ ഒരു 15-20 കൊല്ലം മുമ്പുള്ള എഐയുടെ ഡെവലപ്മെന്റ് ഒക്കെ റൂൾ ബേസ്ഡ് ആയിരുന്നു. ഈ റൂൾ ബേസ്ഡ് ആയിരുന്നെങ്കിലും വലിയ പല സിസ്റ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ രോഗനിർണയത്തിനും അങ്ങനെയുള്ള പല മേഖലകളിലും അന്ന് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള AI സിസ്റ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അന്ന് ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ ഉപയോഗിച്ചു. പ്രൊലോഗ് എന്നൊക്കെ പറഞ്ഞു, പ്രോഗ്രാം ലോജിക്, പ്രൊലോഗ് എന്നൊക്കെ പറഞ്ഞ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് AI ഉണ്ടായിരുന്നു. 70കളിൽ തന്നെ ചില ഡ്രഗ് ഡിസ്കവറി ചെയ്യുന്നതും രോഗനിർണയമായിട്ട് ബന്ധപ്പെട്ട പല പ്രോഗ്രസും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എയുടെ പാർട്ട്. അത് റൂൾ ബേസ്ഡ് ആയിരുന്നു. ഈ ഡേറ്റ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഇവിടെ വന്നിട്ടില്ല. ചില റൂളുകളുടെ ബേസിൽ, ചില അൽഗോരിതത്തിന്റെ കണ്ടീഷനിങ്ങിൽ, ചില പാറ്റേണിലേക്ക് പോയി പ്രിഡിക്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോ student will be introduced rule-based and AI models and undertake activities to appreciate the distinction between each. They will receive an overview of various types of regression, classification and clustering models. ചില statistical methods ആണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. Regression, classification and clustering models. അപ്പോൾ common regression, classification, clustering models, പിന്നെ ഡിസിഷൻ ട്രീ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ആർ ഇൻട്രൊഡ്യൂസ്ഡ് ടു ഇമേജ് ക്ലാസിഫിക്കേഷൻ മോഡൽസ്, ലിസ്റ്റ് കോമൺ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിംഗ് മോഡൽസ്. പിന്നെ ട്രീ എങ്ങനെ, ഡിസിഷൻ ട്രീ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, പ്രോസസ് ഇൻവോൾവ് ഇൻ ഇമേജ് ക്ലാസിഫിക്കേഷൻ. അപ്പൊ പ്രീ റിക്വസിറ്റ് നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല, പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ AI പ്രോസസ് എന്താണെന്ന് പഠിക്കുന്നു. റൂൾ ബേസ്ഡ് എന്ന് പറഞ്ഞ പഴയ സംവിധാനവും പുതിയ AI മോഡലും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിൽ കൂടെയാണ് നമ്മൾ ഈ ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇമേജ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. In the previous modules, data exploration, you explored data you had acquired at the data acquisition stage for the problem you scoped in the problem scoping age. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം എന്താണ്? ഡേറ്റബേസ്. Now you have visualized some trends and patterns out of the data which would help you develop a strategy for your project. അപ്പോൾ നമുക്ക് ഇന്ന് ചില ട്രെൻഡുകൾ, പാറ്റേണുകളും ഒക്കെ നമുക്ക് ഡേറ്റയിൽ നിന്ന് കിട്ടി. അതിൽ നിന്ന് ചില സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. To build an AI-based project, we need to work around artificial intelligence model or algorithm. അപ്പോൾ AI-based project ആണെങ്കിൽ അങ്ങനത്തെ ചില അൽഗോരിതംസ് വേണം.
your model by using pre-existing AI models. അപ്പോൾ ഇവിടെ നമുക്ക് AI ഉണ്ട്, ML ഉണ്ട്, ഡീപ്പ് ലേണിംഗ് ഉണ്ട്. അതാണ് AI ബേസ്ഡ് മോഡൽ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ പോകുന്ന റൂൾ ബേസ്ഡിലേക്കാ. ആസ് വി എൻ്റർ ദ വേൾഡ് ഓഫ് മോഡലിംഗ്, it is a good time to clarify something many of you may be having doubts about. You may have heard the term AI, ML, DL. When research content online and during this course, there are course related, but now artificial intelligence, AI for short, refers to any technique that enables computers to mimic human intelligence. An artificially intelligent machine works on algorithms and data fed to it and gives the desired output. ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നമുക്ക് കാര്യങ്ങൾ ഓൾറെഡി അറിയാം, ജസ്റ്റ് വായിച്ചു പോകുന്നേ ഉള്ളൂ. ML for short enables machines to improve at a task with experience. Machine have learned from the new data fed to it while testing and uses it for the next iteration. It also takes into account the time when it went wrong and consider the expectations. Deep learning enables software to train itself to perform tasks with a vast amount of data. Since the system has got huge set of data, it is able to train itself with the help of multiple machine learning algorithms working all together to perform a specific task. AI is the umbrella term which holds both deep learning as well as machine learning. Deep learning, on the other hand, is a very specific learning approach, which is a subset of machine learning as it comprises of multiple machine learning algorithms. നമുക്ക് ഈ വെൻ ഡയഗ്രാം ഒക്കെ നമ്മൾ ഓൾറെഡി ഫെമിലിയർ ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഈ വാക്കുകൾ നമുക്കറിയാം. ക്ലാസിഫിക്കേഷൻ ഓഫ് മോഡൽസ് ഇൻ റൂൾ ബേസ്ഡ് അപ്രോച്ച് ആൻഡ് ലേണിംഗ് അപ്രോച്ച്. ഇതൊരു അല്പം പഴയ മോഡലാണ്, പക്ഷെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ, പഴയതാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാം. In general, there are two approaches taken by researchers building AI models. They either take a rule-based approach to learning approach. A rule-based approach is generally based on the data. അത് വളരെ സിമ്പിൾ ആണ് ഓർക്കാൻ. അതായത് നമുക്ക് എന്തൊക്കെ റൂൾ ഉണ്ടോ അതൊക്കെ അൽഗോരിതത്തില് ഫോർമുല ഉണ്ടാക്കി ആ ചെക്കിനെ ബേസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്യും. നമ്മൾ പ്രോഗ്രാം എഴുതുന്ന പോലെ. അവിടെ ലേണിംഗ് ആക്ടിവിറ്റി ഒന്നുമില്ല. അപ്പൊ ഇതിനെയാണ് റൂൾ ബേസ്ഡ് എന്ന് പറയുന്നത്. റൂൾ ബേസ്ഡ് അപ്രോച്ച് is generally based on the data and the rules fed into the machine, where the machine reacts according to deliver the desired output. Under learning approach, the machine is fed with the data and the desired output to which the machine designs it or algorithm and to match. രണ്ടിന്റെ വ്യത്യാസം ഇവിടെ പറയാം. AI modeling refers to developing algorithm, also called models, which can be trained to get intelligent outputs, that is, writing codes to make machine artificial intelligence. Use your knowledge and thinking ability to answer the following. What make a machine intelligent? എന്താണ് മെഷീനെ എങ്ങനെ ഇന്റലിജന്റ് ആക്കും? നമുക്ക് ഈ രണ്ട് ബേസ് ചെയ്ത്, അതായത് ഒന്ന് റൂൾ ബേസ്ഡും മറ്റത് മെഷീൻ ലേണിംഗ് ബേസ്ഡും വെച്ചിട്ട് നമുക്ക് മെഷീനെ ഇന്റലിജന്റ് ആക്കാൻ പറ്റും. ഇത് രണ്ടല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡ് ഉണ്ടോ? എന്റെ ഓർമ്മയിലില്ല. ചിലപ്പോൾ എന്തെങ്കിലും മെത്തേഡ്സ് ഉണ്ടായിരിക്കാം. എനിവേ ഇപ്പൊ രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. അപ്പൊ രണ്ടെണ്ണേ ഉള്ളൂ. ഹൗ ക്യാൻ എ മെഷീൻ ബി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? അപ്പം ഈ ആർട്ടിഫിഷ്യലി നമുക്ക് ഈ മെത്തേഡ്സ് വെച്ച് അതിനെ ഇന്റലിജന്റ് ആക്കാം. ക്യാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബി എ ത്രെറ്റ് ടു ഹ്യൂമൻ ഇന്റലിജൻസ്? ഹൗ? അത് നമ്മളുടേതായ ഒരു ഐഡിയ പറയാ. ത്രെറ്റ് ആണെങ്കിൽ ത്രെറ്റ് ആണെന്ന് പറയാം, ത്രെറ്റ് അല്ലെങ്കിൽ ത്രെറ്റ് അല്ല എന്ന് പറയാം. നമുക്കത് നടക്കാത്തതുകൊണ്ട് രണ്ട് അഭിപ്രായം ഒന്ന് പറയാൻ പറ്റും. In the previous module of data exploration, we have seen various types of graphical representation which can be used to representing different parameters of data. Graphical representation makes the data understandable for humans as we can discover trend and pattern out of it.
But when it comes to machine accessing and analyzing data, it needs data in the most basic forms of numbers. Binary zeros and ones. When it comes to discovering patterns and trends in data, the machine goes for mathematical representation of the same. The ability to mathematically describe the relationship between parameter is the heart of every AI model. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ NLP-ലൊക്കെ കണ്ടു അല്ലേ? അവിടെ ടെക്സ്റ്റ് ആണ് കാര്യം. പക്ഷെ ടെക്സ്റ്റ് ആണെങ്കിലും നമ്മൾ ചില മെത്തേഡ്സ് എല്ലാം വെച്ചിട്ട് കിങ്ങിന്ന് മാന്റെ നേച്ചർ മാറ്റി വിമന്റെ നേച്ചർ കൊടുക്കുമ്പോൾ അത് ക്യൂനാകുന്നത്, അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് നമ്മൾ കണ്ട് ചില വാക്കുകളിൽ നിന്ന് ചില വാക്കുകൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് അല്ലേ? ഇപ്പോ കിങ്ങിന്ന് അതിന്റെ അതോറിറ്റിയുടെ ഭാഗം മാറ്റിയാൽ ഒരു മാന്റെ ഫീച്ചേഴ്സ് അതിനകത്തുനിന്ന് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ നമുക്ക്, അതായത് ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒക്കെ പോസിബിൾ ആണ്. The ability to mathematically describe the relationship between parameters is the heart of every AI model. Thus, whenever we talk about developing AI models, it is a mathematical approach towards analyzing data. അപ്പോൾ അത് ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കുക. AI മോഡൽ എന്ന് പറഞ്ഞു ഇവിടെ AI മോഡൽസ് രണ്ടെണ്ണേ പറഞ്ഞിട്ടുള്ളൂ, ലേണിംഗ് ബേസ്ഡും റൂൾ ബേസ്ഡും. ലേണിംഗ് ബേസ്ഡിൽ മെഷീൻ ലേണിംഗ് ഉണ്ട്, ഡീപ് ലേണിംഗ്. റൂൾ ബേസ്ഡ് അപ്രോച്ച് നമ്മൾ സാധാരണ ഇതുവരെ പറയാത്ത ഒരു അപ്രോച്ചാണ്. റെഫേഴ്സ് ടു ദ AI മോഡലിംഗ് where the rules are defined by the developer. നമ്മൾ ഇത് വളരെ സിമ്പിൾ അപ്രോച്ചാണ്. നമ്മൾ പ്രോഗ്രാമിൽ ഈ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും. വളരെ കാലം AI-ൽ നിലനിന്നിരുന്നത് ഈ മെത്തേഡായിരുന്നു. The machine follows the rules or instructions mentioned by the developer and perform its task accordingly. നമ്മൾ ആ പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെ ലോജിക് ഉണ്ടാക്കുന്നുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മുടെ സിസ്റ്റം ബിഹേവ് ചെയ്യാൻ പോകുന്നത്. We have a data set which tells us about the conditions on the basis of which we can decide if child can go out to play, golf or not. The parameters are outlook, temperature, humidity and wind. അപ്പോ ഈ 3-4 പാരാമീറ്ററിന്റെ സഹായത്തിൽ, ഇത് എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഒക്കെ എൻവറോൺമെന്റ് ആയതുകൊണ്ടായിരിക്കും ഈ കാലാവസ്ഥയിൽ ഇത്രയധികം പാരാമീറ്റേഴ്സ് ഉള്ള. നമ്മളെ സംബന്ധിച്ചോളം മഴയുള്ളതാണോ വെയിലുള്ള ദിവസമാണോ എന്ന് മാത്രം നോക്കിയാൽ മതിയാവും. ഇവിടെ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്. Now let us take a various possibilities of these parameters and see in which case the children may play golf and in which case they cannot. അല്ലെ, നമുക്കാണെങ്കിൽ കളിക്കാൻ വിടാൻ മഴയില്ലെങ്കിൽ നീ പൊക്കോ, വെയിലത്ത് അധികം കറങ്ങി നടക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ മതിയാവും. After looking through all the cases, we feed this data into the machine along with the rules, which tell the machine all the possibilities. The machine trains on this data and now is ready to be tested. While testing the machine, we will tell the machine the outlook overcast. Temperature is equal to normal, humidity is equal to normal, wind is equal to V. On the basis of the testing data set, now the machine will be able to tell if the child can go out to play golf or not and will display the prediction onto us. This is known as rule based. നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. A drawback feature of this approach is that ലേണിംഗ് വളരെ സ്റ്റാറ്റിക് ആണ് എന്നുള്ള. അതായത് ആദ്യം കോഡ് ചെയ്തപ്പോൾ എന്താണോ മനസ്സിലാക്കിയത് ആ കാര്യത്തിൽ തന്നെ നിൽക്കുക, പുതിയതായിട്ടൊന്നും ലേൺ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്ന് നമ്മൾ AI ഉപയോഗിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ അത് പുതിയതായിട്ട് ലേൺ ചെയ്യുകയും അത് അപ് ടു ഡേറ്റ് ആകുകയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു മാറ്റം. നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുമ്പോഴും ട്രാൻസ്ലേഷൻസ് ഉപയോഗിക്കുമ്പോഴും ഒക്കെ നമുക്കിത് കാണാം. എല്ലാ മേഖലകളിലും ആ മാറ്റമുണ്ട്. നമുക്ക് ഇന്ന് പല കാര്യങ്ങൾ AI ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഇത്രത്തോളം ശരിയാണ്, ഗ്രാജുവലി ഇത് 99% 100% ആക്യുറസിയിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്നത്തെ AI സിസ്റ്റം. അന്ന് 70% ആക്യുറേറ്റ് ആയിരുന്നു എന്ന് പറയുന്നത് പിന്നെ അത് 70%, അതിൽ നിന്ന് കൂടുകയൊന്നുമില്ല, ലേൺ ചെയ്യുന്നില്ല.
This machine once trained does not take into consideration any changes made in the original training data set. Rule based ഇത് നമുക്ക് മനസ്സിലാവും. റെയിനി, സണ്ണി, മഴയുള്ള ദിവസമാണോ വെയിലുള്ള ദിവസമാണോ, ടെമ്പറേച്ചർ ഹോട്ട് മൈൽഡ് ആണോ, ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ യെസ് നോയും ഒക്കെ പറയുന്ന കാറ്റുള്ള സമയം, ഹ്യൂമിഡിറ്റി ഉണ്ടോ, ഓക്കെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ ട്രീ ഉണ്ടാക്കിയിട്ടുണ്ട്. സണ്ണി വിൻഡി ആണെങ്കിൽ അത് രണ്ടും ട്രൂ ആണെങ്കിൽ കളിക്കാൻ പോവല്ലേ, അല്ല പോവാൻ പാടില്ല. മറ്റത് ഫാൾസ് ആണെങ്കിൽ കളിക്കാൻ പോവാം. റെയിനി ആണ്, ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ അത് നോർമൽ ആണെങ്കിൽ കളിക്കാൻ പോവാം. ഓക്കെ. refers to the AI modeling where the machine learns by itself. അപ്പോൾ AI മോഡലിംഗിൽ അത് പഠിക്കുന്നുണ്ട്, ഗ്രാജുവലി അത് നല്ല പെർഫെക്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മാറ്റമുണ്ട്. Under the learning based approach, the AI model gets trained on the data fed to it and then is able to design a model which is adapted to the change in data. About that is, if a model is trained with the X type of data and the machine designed the algorithm around it, the model would modify itself according to the change which occur in the data so that all the exceptions are handled in this case. Suppose you have a data set comprising 100 images of apples and bananas each. These images depict describe apples and bananas in various shapes and sizes. These images are then labeled as either apple or banana, so that all apple images are labeled apple and all the banana images have banana as their label. Now the AI model is trained with the data set and the model is programmed in such a way that it can distinguish between apple image and banana image. According to their feature, can predict the label of any image which is fed to as apple or banana. As training കഴിഞ്ഞു, the machine is now fed with the testing data. Now the testing data might not have similar images as the ones on which the model has been trained. So the model adapts to the feature on which it has been trained and accordingly predict if the image is of an apple or banana. അവിടെ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് പുതിയ സാഹചര്യങ്ങൾ. ആ ലേണിംഗ് ബേസ്ഡിൽ മെഷീൻ ലേണിംഗ് നടത്തുന്ന ലേബിൾഡ് ഡേറ്റാ സെറ്റിൽ അതിൽ ടെസ്റ്റിങ്ങിൽ ഔട്ട്പുട്ട് മെഷീൻ ഐഡന്റിഫൈ ദ ഇമേജസ് ആപ്പിൾ. അപ്പം അത് സ്വയം പഠിക്കുന്നുണ്ട്. ഇവിടെ ഒരു റിവിഷൻ ചോദിച്ചിരിക്കുകയാണ്. വാട്ട് ആർ ദ വേരിയസ് സ്റ്റേജസ് ഓഫ് AI പ്രോജക്ട് സൈക്കിൾ? നമ്മൾ AI പ്രോജക്ട് സൈക്കിൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? റിക്വയർമെന്റ് കളക്ഷൻ പോലെ, ഡിസൈൻ പോലെ, അതൊക്കെ ഒരു 3-4 സ്റ്റെപ്പ് പറഞ്ഞു. വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഗിവ് ആൻ എക്സാമ്പിൾ വേർ AI യൂസ്ഡ് ഡേ ടു ഡേ ലൈഫ്. അത് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ChatGPTയും മെറ്റായും ഒക്കെ പറയാം. ഹൗ ഈസ് മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? അപ്പൊ അതിൽ ഒരു മെത്തേഡ് മെഷീൻ ലേണിംഗിനെ ബേസ്ഡ് ആണ്. അതാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് റൂൾ ബേസ്ഡ് ആൻഡ് ലേണിംഗ് ബേസ്ഡ് അപ്രോച്ച്. നമ്മൾ കമ്പയർ ചെയ്ത് ഓൾറെഡി. ലേണിംഗ് ബേസ്ഡ് ആണെങ്കിൽ അത് മാറിക്കൊണ്ടിരിക്കും, മറ്റത് സ്റ്റാറ്റിക് ആണ്. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ റിഗ്രഷൻ ക്ലസ്റ്റർ. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ക്ലാസിഫിക്കേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്, ക്ലസ്റ്ററിംഗ് എന്താണ്? മേക്കിംഗ് എ ഡയഗ്നോസിസ് ഫോർ എ പേഷ്യന്റ് on the basis of their symptoms. അതെന്താണ്? അത് ക്ലാസിഫിക്കേഷൻ ആണോ, റിഗ്രഷൻ ആണോ, ക്ലസ്റ്ററിംഗ് ആണോ? സ്പാം, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് പ്രിവെൻഷൻ, HR ഷോർട്ട് ലിസ്റ്റിംഗ്, പ്രൈസ് പ്രഡിക്ഷൻ, റിഗ്രഷൻ അല്ലേ? ഈ HR ഷോർട്ട് ലിസ്റ്റിംഗ്
classification interview based on അതൊക്കെ ക്ലസ്റ്ററിങ് ആയിരിക്കും അല്ലേ? ആ ഒരു കീവേഡ് ഒക്കെ വെച്ചിട്ടുള്ള ഉം. സംഭവങ്ങൾ. സ്പാം ഫിൽറ്റേഴ്സ് ഉം. അതും കീവേഡ് അത് ബേസ്ഡ് ആകാം. ക്ലാസിഫിക്കേഷൻ സ്പാമോ ആമാക്കിയിട്ട് ക്ലാസിഫൈറ്റ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇത് ആ ഇത് എന്താ എയോട് തന്നെ ചോദിക്കും, ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തത്. ഉം. ഈ 5 എണ്ണം ആ തരത്തിലൊന്ന് കൊടുത്തിട്ടേ ആ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തത്. ഐഡന്റിഫൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ എക്സാമ്പിൾ. ഇന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ പോലെ. ഇങ്ങനെ കോപ്പി ചെയ്യാൻ പറ്റില്ലല്ലോ ഇപ്പൊ. ഓ ശരി, ഓക്കെ ഞാൻ തരാം. ഉം. ഞാൻ കോപ്പി പേസ്റ്റ്. എന്നിട്ട് ഋതുലിന്റെ സ്ക്രീൻ എനിക്കൊന്ന് ഷെയർ ചെയ്തു. കിട്ടിയില്ലേ? ആ എന്നിട്ട് ഋതുലിന്റെ സ്ക്രീൻ എനിക്കൊന്ന് ഷെയർ ചെയ്ത്. ആ ഏതിനെങ്കിലും ചോദിക്കും, ചാറ്റ് ജിപിടിയോടോ മെറ്റയോടോ ജെമിനിയോടോ ചോദിക്കാം. ആ സ്ക്രീൻ ഒന്ന് കാണിക്കുകയാണ്. ഋതുലെ ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ കാണുന്നില്ല ഒന്ന്. ഷെയർ ചെയ്തല്ലോ. ഞാൻ എന്താ കാണാത്തെ? ഓ സോറി, ഓക്കെ. ഞാനിത് മാറ്റണം അല്ലേ? Making diagnosis. The diagnosis involves categorizing a patient condition into discrete classes. Example, എന്നിട്ട് ആൻസർ എന്ത് ചെയ്യേ? ക്ലാസിഫിക്കേഷൻ. Oh, type classification. Okay. How is here is the classification of it. അപ്പോ അത് ക്ലാസിഫിക്കേഷൻ ആണ്, ഡയഗ്നോസിസ് പേഷ്യന്റിന്റെ. പിന്നെ റിഗ്രഷൻ ആണ്. ഹൗസ് പ്രൈസ് ഇൻവോൾവ്സ്, അത് റിഗ്രഷൻ ആണ്. HR ഷോർട്ട് ലിസ്റ്റിംഗോ അത് ക്ലാസിഫിക്കേഷൻ ആണ് അല്ലെ? നോട്ട് ലിസ്റ്റഡ്. ഓക്കെ, അത് കീവേഡ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്തായിരിക്കും? ഒന്ന് ചോദിച്ചേ, ഷോർട്ട് ലിസ്റ്റിംഗ് ബേസ്ഡ് ഓൺ കീവേഡ്സ്. Then what type of classification it is? Then HR host shortlisting application based on keywords. Then classification will come under which category? HR shortlisting application for an interview based on keywords. അല്ലെങ്കിൽ resume tracking system.
റെസ്യൂമെ ട്രാക്കിംഗ് സിസ്റ്റം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ 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 ഋതുലെ, ഋതുൽ, ഋതുലെ. നെറ്റ് പോയി. ആ, നെറ്റ് പോയല്ലേ. If HR shortlisting application for interviews based on it still falls under classification not shortlisted. Machine learning, data science might be classified. Keyword based filtering is simply method of feature extraction. അല്ലേ? അതാണ്. ഓക്കെ. ഈ എന്താണ് റെസ്യൂമെ ട്രാക്കിംഗ് സിസ്റ്റം, അത് ആ കാറ്റഗറിയിൽ വരേണ്ടതായിരിക്കാം കേട്ടോ. റെസ്യൂമെ ട്രാക്കിംഗ് സിസ്റ്റംസ് ആണ് പലരും ഫോളോ ചെയ്യുന്നത്. പലതരത്തിലുള്ള റെസ്യൂമെ ട്രാക്കിംഗ് സിസ്റ്റം അവർ ഓർഗനൈസേഷനിൽ